ഇതുണ്ടോ, ഇത് എത്ര പവനുണ്ടെന്ന് ചോദിക്കാം. ഇത് എത്ര പവനുണ്ട് ചേട്ടൻ? എന്താ തോന്നുന്നത്, എത്ര പവൻ കാണും? ഇതിപ്പോ ഒരു 20 പവനെങ്കിലും കാണും. അതുകൂടെ കുറച്ചുകൂടെ താഴോട്ട് പോട്ടെ, ഒരു 15. കുറച്ചുകൂടെ. ഇനി താഴോട്ട് വരത്തില്ല. എത്ര ഉണ്ട്? 10 പവനേ ഉള്ളൂ. ഇത് കണ്ടോ, 10 പവൻ. മോഹൻലാലിനോട് ചോദിച്ചാലോ? സീരിയസ്ലി നമുക്ക് ചോദിക്കാം. ബായേട്ടാ, ഏട്ടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് 10 പവൻ എന്ന് പറഞ്ഞപ്പം കറക്റ്റ് ആണ്, 10 പവനാണ്. അപ്പൊ കൃത്യമായിട്ട് പാവപ്പെട്ടവർക്ക് ഒരു കല്യാണത്തിന് ഇതുപോലൊരു കൊച്ചിനെ ഇറക്കാൻ 10 പവന്റെ അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ കാര്യം, ഞങ്ങൾ അടൂരിന്ന് ചേർത്തല എത്തിയതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 10 പവനായിട്ട് ഒരു കല്യാണത്തിന് ചെറിയ പാവപ്പെട്ടവർക്ക് 10 പവനായിട്ട് ഇതേപോലെ അടിപൊളിയായിട്ട് കല്യാണ പെണ്ണിനെ ഇറക്കാൻ പറ്റും. നമസ്കാരം. 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 നമ്മളിപ്പോ ചേർത്തലയിലാണ് നിൽക്കുന്നത്. ചേർത്തല വന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ സ്വർണ്ണം എടുക്കാൻ വന്നതാണ്. സ്വർണ്ണം എടുക്കാൻ വന്നതാണ്. അത് എന്തിനാണ് ഈ അടൂരിന്ന് ചേർത്തല വരെ വന്നത്? അത് ഇവിടെ വരുന്നതിന്റെ പ്രത്യേകത, ഇവിടെ ആളെ കണ്ടോ എപ്പോഴും രാവിലെ. ഇപ്പം നേരത്തെ എത്ര രാവിലെ ആയപ്പോലും ഇവിടെ ആളുണ്ട്. അതിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സ്വർണ്ണ വില ഒരു പവനൊക്കെ എന്ത് വിലയാണെന്നറിയോ? അപ്പൊ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ 2 ഗ്രാമിന്റെ മാലയുണ്ട്, 1 ഗ്രാമിന്റെ കൈച്ചെയിനുണ്ട്, 2 ഗ്രാമിന്റെ അരഞ്ഞാണുണ്ട്, എല്ലാം ഉണ്ട്. കൂടാതെ ഇനി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എന്ത് സെലക്ട് ചെയ്യാന് അവർക്ക് പൊലിമയോടെ അടിപൊളി സാധനം. വെഡിങ് സെറ്റ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് നേരിട്ട് കാണാം. വെഡിങ് സെറ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ ഏറ്റവും പൈസ കുറവായിട്ടുള്ള വെഡിങ് സെറ്റ് ഉണ്ട്, അതും കാണാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചേട്ടനെ പരിചയപ്പെടാം. നമസ്കാരം. 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 ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. കാരണം സ്വർണ്ണവില എന്ന് പറഞ്ഞാൽ ചെറിയ വിലയല്ല, എന്തിനു പോയാലും ലക്ഷങ്ങൾ വേണം. പക്ഷെ ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ തന്നിട്ട് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുണ്ടോ പ്രശ്നം, ഇത് എത്ര തോന്നിക്കും ചേട്ടാ? ഇത് എത്ര പവനുണ്ട്? എത്ര പവനുണ്ട് തോന്നിക്കുന്നത്? എത്ര പവൻ? ഏകദേശം 6 പവനെങ്കിലും 5-6 പവനെങ്കിലും തോന്നിക്കും. ഇല്ല, അത് 3 പവന്റെ. ഇത് 3 പവനാ ഉള്ളത്. ഏറ്റവും പാവപ്പെട്ടവർക്കും വെഡിങ് സെറ്റായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഇത് മാത്രമല്ല, ഇത് എത്ര തോന്നിക്കും? ഇത് കണ്ടോ, ഇത് എത്ര ഉണ്ട് ചേട്ടാ? അതിനകത്തൊരു ആന്റിക് ഒക്കെ ഉണ്ട്. ഇത് എത്രയാണ് നമ്മുടെ 10, 11, 12, 7 പവനാണ്. 7 പവനാ. ഇത് കണ്ടോ, 7 പവൻ ഫുൾ സെറ്റാണിത്. കഴുത്തിൽ ഫുള്ള് കടന്നു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് അടിപൊളിയായിട്ട് വരും. അതിനകത്ത് ആന്റിക്ക് തന്നെ 10 ഗ്രാമേ ഉള്ളൂ. ആന്റിക്ക് 10 ഗ്രാം 1.5 പവനെ വരുന്നു, മാത്രമേ വരുന്നുള്ളൂ. വലുതോ ചെറുത് അതിന്റെ തട്ടായിട്ട് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 5 പവനാണ്. 5 പവനാ വരുന്നത്. അപ്പൊ ഓരോന്നും ഇപ്പം 5 പവനായാലും 4 പവനായാലും നമുക്കൊരു അതിന്റെ ഇരട്ടി തോന്നിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഒരു കല്യാണം എന്ന് പറയുന്നത് അത്യാവശ്യം പാവപ്പെട്ടവർക്കും ഒരു കല്യാണത്തിന് അടിപൊളിയായിട്ട് വരുന്ന വെറൈറ്റി സാധനം. ഇതിനെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു 2 ഗ്രാമിന്റെ മാല. അതെ ഇത് കണ്ടോ, ഏത് ഡിസൈൻ ഉണ്ട്. ഇതൊന്നും മാത്രമല്ല, ഏത് ഡിസൈൻ ഉണ്ട്. ഇതെല്ലാം 2 ഗ്രാം. അതായത് കണ്ടോ, ഇത് 2 ഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര രൂപ വില വരുമെന്ന് അറിയാലോ. അടുത്തുണ്ടോ, അതേപോലെ എത്ര ഡിസൈൻ ഉണ്ടെന്ന് അറിയാം. ഇപ്പൊ ഏത് ടൈപ്പ് ഡിസൈൻ വേണമെങ്കിലും ഇവിടെ ഉണ്ട്, സെലക്ട് ചെയ്യാൻ പറ്റും. നെക്ലസ്, ഇത് നെക്ലസിന്റെ ഒക്കെ ഇതുണ്ടോ, ഇതൊക്കെ 2 ഗ്രാം എന്ന് പറഞ്ഞ് ഞെട്ടു. ഇത് എത്ര വരുന്നത്? ഇതെല്ലാം 2 ഗ്രാമേ ഉള്ളൂ. ഈ 2 ഗ്രാമിന്റെ പല പല വെറൈറ്റി ആണുള്ളത്. ഇതൊക്കെ 1 ഗ്രാമിന്റെ കൈച്ചെയിനാണ് വരുന്നത്. ഇത് കണ്ടോ, 1 ഗ്രാമിന്റെ കൈച്ചെയിൻ. വിശ്വസിക്കുവോ? ഇതേപോലുള്ള ഇത് മാത്രമല്ല, എന്ത് സാധനം വന്നാലും അതനുസരിച്ചുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഇത് 2 ഗ്രാമിന്റെ. ഇത് കണ്ടോ, 2 ഗ്രാമിന്റെ കൈച്ചെയിൻ കണ്ടോ, 2 ഗ്രാമിന്റെ കൈച്ചെയിൻ. ഇനി അടുത്തത് 2 ഗ്രാമിന്റെ 3 ഗ്രാമിന്റെ ഡോണൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയവരുടെ ചെറിയ ആൾക്കാർ വലിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള. ഇത് ബാലൻസ് ഇനിയും കിടക്കുക. 3 ഗ്രാമേ ഉള്ളൂ, ബാലൻസ് കിടക്കുക. വേണമെങ്കിൽ ഇത് നമ്മുടെ സൈസ് ആക്കുവാന്ന് എനിക്ക് വന്ന് ഒരു 2.5 ഗ്രാമേ പറ്റും. അത്യാവശ്യം നമുക്ക് ഇപ്പം ബാലൻസ് കിട്ടുന്നില്ല, നമുക്ക് അത് മുറിച്ച് നമുക്ക് ഇവിടെ തന്നെ അന്നേരം തന്നെ കട്ട് ചെയ്ത് നമുക്ക്. അപ്പം നമുക്കിതിപ്പം 3 ഗ്രാം എന്ന് പറയുന്നത് ചിലപ്പോൾ 2.25 ഗ്രാമേ ചിലപ്പോൾ കാണത്തുള്ളൂ. അത്രയും ഒരു ചെയിൻ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇത് കണ്ടോ, ഇതിന്റെ ബാക്കി ഇത്രയും വരും. ഇതൊക്കെ 2 ഗ്രാമിന്റെ പാദസരമാണ്. 2 ഗ്രാമിന്റെ പാദസരം കണ്ടോ. മാത്രമല്ല അപ്പൊ ഇതിന്റെ വലിപ്പം വേണമെങ്കിൽ, വലിപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉദ്ദേശിക്കണം? വെയിറ്റ് ഇപ്പൊ 2 ഗ്രാമിന്റെ ആണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ 3 ഗ്രാമിന്റെ ബോക്സ് ചെയിനുണ്ട്, 4 ഗ്രാമിന്റെ ഉണ്ട്. ഇതൊക്കെ 4 ഗ്രാമിന്റെ ഏത് വെറൈറ്റി ഫാൻസി മോഡൽ ഇതുണ്ടോ. അത് മാത്രമല്ല, ഏത് തൂക്കത്തിലും ഇവിടെ അതിന്റെ വെറൈറ്റി അനുസരിച്ചുണ്ട്. ഇനി മാലയുടെ വെറൈറ്റി കാണാം ചേട്ടാ. മാലയുടെ വെറൈറ്റി, മാല ഇപ്പൊ 1 പവന്റെ മാല നമുക്ക് നോക്കാം. ഈ 1 പവന്റെ മാല അത്യാവശ്യം നല്ല പൊലിമയുള്ളതും. ഇനിയിപ്പോ ഇതുണ്ടോ, ഇതെല്ലാം 1 പവന്റെയാ. അളിയന്മാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ. ഇത് കണ്ടോ, 1 പവനെന്ന് പറയാൻ പറ്റുമോ? 8 ഗ്രാമേ ഉള്ളു, 1 പവനായി സാധനം. അതേപോലുള്ള ഇനി ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും കല്യാണത്തിനും ഒക്കെ ആയിട്ടുള്ള ഇനി നമ്മൾ പറയുന്ന തൂക്കം വെച്ച് ഇവിടെ റെഡിയാക്കി തരും. നമ്മൾ രാവിലെ വന്നപ്പോ ആള് കുറവാണ്. ഇപ്പൊ നോക്കിയേ, ശരിക്കും ഒരു 10, 11, 12 മണി ആയി കഴിഞ്ഞാൽ തിരക്ക് ഭയങ്കരമാണ്. 10 മണി 9, 10 മണി വരെ ഉണ്ട്. അപ്പൊ ചേട്ടാ ഈ സ്വർണ്ണമെല്ലാം എല്ലാ 916 ഹോൾമാർക്കുള്ളതാണ്. എല്ലാ ഹോൾമാർക്കാണ്. അതുപോലെ തന്നെ എല്ലാ ഷോപ്പുകളിലും ഭയങ്കരമുള്ള സമ്മാനങ്ങളും അങ്ങനെ പല പല ഓഫറുകളും ഉണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ എങ്ങനെ? നമ്മളെല്ലാ ആഴ്ചയിലും, അതായത് ഞായറാഴ്ച ദിവസം 2 മണിക്ക് ലൈവിൽ വരും. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് 3ലും ലൈവിൽ വരും. എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും
3 മോതിരം സമ്മാനമായിട്ട് കൊടുക്കും. 3 മോതിരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ, എന്താ ചാനലിന്റെ പേര്? നമ്മുടെ ചാനലിന്റെ പേര് ഹാപ്പി ഗോൾഡ് എന്നാണ്. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും 3 ഹാപ്പി ഗോൾഡ് തന്നെയാണ് പേര്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗോൾഡ് മോതിരങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഞായറാഴ്ചയുണ്ട്. എല്ലാ ഞായറാഴ്ച ഒരു മാസത്തിൽ 4 ഞായറാഴ്ച ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം കാത്തിരിക്കുക. ഇത് ഒരു പവന്റെ സെറ്റ് ആണ്. 28 സെറ്റ് ആണ് ഇതല്ലേ? ഇതിനകത്ത് എന്തൊക്കെയുള്ളത് ചേച്ചി? ഇതിനകത്ത് വളയുണ്ട്, ഈ വള 2 വളയുണ്ട്, തളയുണ്ട്, അരഞ്ഞാണം, ഇത് അരഞ്ഞാണുണ്ട്, മാല, പിന്നെ മാലയുണ്ട് അല്ലേ? സച്ചിൻ ചേന്റെ പോലത്തെ മാല. ഇതെല്ലാം കൂടി വന്നത് ഒരു പവനിലാണ്. ഒരു പവനില് വരുന്നുള്ളൂ അല്ലേ ഈ ഫുൾ സെറ്റ്? ഇത് പാദസരം, കൈച്ചെയിൻ, മാല, 2 മോതിരം, ലോക്കറ്റ്, കമ്മല്. ഇതെല്ലാം കൂടി വരുന്നത് ഒരു പവനിലാണ്. ഒരു പവൻ. അങ്ങനെ നമുക്ക് തൂക്കി നോക്കിയാലോ? അതെ. ഓക്കെ, അപ്പൊ എല്ലാം എടുത്ത് വെക്കുവാണ്. ഇവിടെ ഇപ്പൊ 0 ആണ്. ഇപ്പൊ ഓരോന്ന് വെച്ച് നോക്കാം. ആദ്യം എന്താ വെച്ചാ പാദസരാണ്. പാദസരം വെച്ചു, കൈച്ചെയിൻ എല്ലാം വെച്ചു, പാദസരം വെച്ചു, പാദസരം വെച്ചു, കൈച്ചെയിൻ വെച്ചു, അത് മാല വെച്ചു, ലോക്കറ്റ് വെച്ചു. ഇനി 2 മോതിരം അല്ലേ? ഒരു മോതിരം വെച്ചു, അടുത്ത മോതിരം വെച്ചു. ഇനി ലാസ്റ്റ് 2 കമ്മല്. രണ്ട് കമ്മലും കൂടി വെച്ചു. എങ്ങനെ നോക്കുന്നത് ഇനിയും ആയിട്ടില്ല അല്ലേ? ഒരു പവൻ ആയിട്ടില്ല. അപ്പൊ ഒരു സാധാരണക്കാർക്കൊക്കെ വന്നാൽ സുഖമായിട്ട് അല്ലേ ഒരു ഫുള്ളായിട്ട് ഇടാൻ പറ്റുമോ? കുട്ടിക്ക് ഫുള്ളായിട്ട് ഇടാനുള്ള സെറ്റ് ഉണ്ട്. ഒരു പവനിൽ താഴെ. ഇവിടെ വരേണ്ടവരെന്ന് പറഞ്ഞാൽ ഇപ്പം ആലപ്പുഴ ജില്ലയാണ് നമ്മുടെ ഇത്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തിയാനി അമ്പലത്തിന്റെ തെക്കുവശം കുറെ കാർ കിടപ്പുണ്ട്. ടാക്സി കാറിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ജ്വല്ലറി പേര് ഒന്നു പറഞ്ഞാൽ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ്. തീർച്ചയായിട്ടും പാവപ്പെട്ടവർക്ക് വരേണ്ട ഒരു ജ്വല്ലറിയാണ്. ഏറ്റവും നൈസായിട്ടുള്ള രീതിയിൽ പൈസ കുറവായിട്ടുള്ളവർക്കും വന്നെടുക്കാവുന്ന എല്ലാ സെറ്റും ഇവിടെ ഉണ്ട്.